ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പുതിയൊരു സീരീസ് ആണ് കേട്ടോ. അതായത് കുറച്ച് കുട്ടികളാണെങ്കിൽ എന്തോ ഒരു സ്കൂൾ ടൂറിന് പോവാണ്. അങ്ങനെ നേരെ ചെന്ന് പെടുന്നതാണെങ്കിൽ ഒരു പഴയ അല്ലെങ്കിൽ ഒരു പുതിയ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൽ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെ അവർ രാത്രി അവിടെ സ്റ്റേ ചെയ്യാണ്. സാറാണ് പറയുന്നത് ആരും പ്രശ്നം ഉണ്ടാക്കാതെ ഇന്ന് ആ ബിൽഡിങ്ങിൽ പോയി സ്റ്റേ ചെയ്യാൻ. അങ്ങനെ രാത്രി ആവുന്ന സമയത്ത് സാറിനെയും കാണുന്നില്ല, ബാക്കി വന്ന ആൾക്കാരെയും കാണുന്നില്ല. ഈ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ ആ ബിൽഡിങ്ങിൽ. ഇതിനു ശേഷമാണ് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഓരോ കാര്യങ്ങളും സംഭവിക്കുകയാണ്. ഇതൊരു ഗെയിമാണോ റിയൽ ലൈഫാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വന്നതിൽ പകുതി കുട്ടികൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഗെയിം പോലെയാണ് കേട്ടോ. ആരോ ഇരുന്ന് ഗെയിമിന്റെ റൂളും എല്ലാം അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് തെറ്റിക്കുകയാണെങ്കിൽ ഓരോ കുട്ടികൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അവരുടെ മാനസികാവസ്ഥയൊക്കെ വല്ലാണ്ടങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അതിനകത്ത് പെട്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല, ആ ബിൽഡിങ്ങിന് ചുറ്റും ലൈൻ വരച്ചിട്ടുണ്ട്. അതായത് ആ ലൈൻ കടന്നു പോവുകയാണെങ്കിൽ എന്തായാലും അവർ മരിച്ചു പോകും. അതായത് അവർ ആ ലൈൻ കടക്കുന്ന സമയത്ത് അവരുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം അവർക്ക് സ്വയബോധം ഇല്ലാതെ സ്വന്തം തല അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടിച്ചിട്ട് അവർ മരിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന് പറയുന്ന സീരീസ് ആണ്. അടിപൊളി സീരീസ് ആണ്. ഇച്ചിരി ബ്രൂട്ടലായിട്ടുള്ള സീരീസ് ആണ്. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? കഥയുടെ ആരംഭത്തിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഏതോ ഒരു ഹോസ്റ്റൽ റൂമിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾ ചാടി എണീക്കുകയാണ്. തൊട്ട് സൈഡിൽ നോക്കുമ്പം എന്തോ ഇങ്ങനെ വെള്ളത്തുള്ളി വീട് നടക്കുന്ന ശബ്ദം. അപ്പൊ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ അതൊന്നും അല്ല കേട്ടോ. അതായത് ഒരു ഫോണിനകത്ത് എന്തോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഗെയിമിന്റെ പേര്. ആ ഗെയിമിന്റെ പേരാണ് നൈറ്റ് ഹാസ് കം. അപ്പൊ ആ ഫോണിനകത്ത് ഇങ്ങനെ പതിയെ പതിയെ ചോരത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് എവിടെ നിന്നാ വരുന്നത് നോക്കുമ്പോഴാണ് തൊട്ട് മണ്ടയിൽ ഏതോ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് അവള് അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടുകയാണ്. അങ്ങനെ നേരെ ചെല്ലുന്നതാണെങ്കിൽ ഒരു പൂൾ റൂമിലാണ്. അതായത് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റൂമിലാണ്. അപ്പൊ ആ റൂമിൽ നോക്കുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ വേറെ എന്തോ ഒരു രൂപം നിൽക്കുകയാണ്. അതിനെ കണ്ടപ്പോൾ അവള് വീണ്ടും പേടിച്ചു പോവുകയാണ്. അത് മാത്രമല്ല, ആ രൂപമാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയിട്ട് പൊങ്ങി വരികയാണ്. ഇത് കണ്ട ആരായിരുന്നാലും ഒന്ന് പേടിക്കും. അത് കണ്ടിട്ട് അവൾ അവിടെ നിന്ന് ഓടി വേറൊരു സ്ഥലത്ത് വരികയാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർ, സോംബികളെ പോലെ വേറെ കുറെ മനുഷ്യർ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് പേടിച്ചിട്ട് അവൾ തിരിഞ്ഞോടുന്ന സമയത്ത് വേറെ ഏതോ ഒരു രൂപം ബാക്കിൽ നിന്ന് അവൾ അടിച്ച് ബോധം കെടുത്തി കളയാണ്. പെട്ടെന്ന് തന്നെ ഈ കുട്ടി സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇത്രയും നേരം കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമാണ്. അപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും ബസ്സിലാണ് കേട്ടോ. സ്കൂൾ ട്രിപ്പാണ്. ഏതോ ഒരു സ്കൂൾ ട്രിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ് ഹീറോയിന്റെ കൂട്ടുകാരി. അപ്പൊ നമുക്ക് കൂട്ടുകാരി പെൺകുട്ടി എന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സീരീസിൽ എല്ലാ ക്യാരക്ടറിന്റെ പേരും അല്ലെങ്കിൽ അവർക്ക് പേര് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. എന്നിട്ട് കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ ഇതിനകത്ത് നിലനിൽക്കത്തുള്ളൂ. ബാക്കിയുള്ള സൈഡ് ക്യാരക്ടർ എല്ലാം മരിച്ചു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാ ക്യാരക്ടറിനും നമുക്ക് പേര് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്തായാലും ഇതേ നേരം ബസ്സിന്റെ ബാക്കിൽ വേറെ കുറെ കുട്ടികൾ ബഹളം വെക്കുന്നുണ്ട്. അതായത് സ്കൂൾ ട്രിപ്പ് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് റൗഡി പയ്യന്മാർ, അതായത് ഒരു 3 പേര് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. യവന്മാർക്ക് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. യവന്മാരാണെങ്കിൽ അവരെ വിരട്ടാണ്, മിണ്ടാതിരിക്കാൻ പറയുകയാണ്. ഇതിനുശേഷം ഫ്രണ്ടിലാണ് കാണിക്കുന്നത്. അതായത് ഒരു ക്ലാസ് ആകുമ്പം എന്തായാലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ കാണുമല്ലോ. അപ്പം ഈ പെൺകുട്ടിയാണ് വൈസ് പ്രസിഡന്റ്. അപ്പൊ തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ക്ലാസ് പ്രസിഡന്റ്. ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഹീറോയും അല്ല. സത്യം പറഞ്ഞാൽ ഈ സീരീസിൽ ഹീറോ ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാൻ ചുമ്മാ പേര് കൊടുക്കുന്നതാണ്, മെയിൻ ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം. അപ്പം നമുക്ക് പുള്ളിക്കാരനെ പ്രസിഡന്റ് എന്ന് വിളിക്കാം. ഇത് വൈസ് പ്രസിഡന്റ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂട്ടുകാരാണ്. ഓക്കെ, എന്തായാലും ഈ വൈസ് പ്രസിഡന്റിനുണ്ടല്ലോ, പ്രസിഡന്റിനോട് ഒരു ക്രഷ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പ്രസിഡന്റിനോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത് ഒരാളെയാണ്. എന്തായാലും ഇവർ ആ സ്ഥലത്തെത്തുന്നത് രാത്രിയാണ് കേട്ടോ. അത്യാവശ്യം വൈകിട്ടുണ്ട്. അപ്പൊ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഇതാണ് ഷോർട്ട് ഹെയർ. ഈ ഷോർട്ട് ഹെയറിനാണെങ്കിൽ ഒരു പയ്യൻ വന്ന് സഹായിക്കുന്നുണ്ട്. അവളാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു പെട്ടി എടുക്കുന്ന നേരത്ത് അത് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പയ്യൻ വന്ന് സഹായിക്കുന്ന നേരത്ത് അവൾക്ക് നല്ല നാണാവുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം അവരെല്ലാരും കൂടെ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ആ ബിൽഡിങ്ങിൽ കയറി ചെല്ലാണ്. അപ്പൊ ആ ബിൽഡിങ്ങിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ സ്കാൻ ചെയ്തതിന് ശേഷമേ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഒരു സാറുണ്ട്. ഈ സാറിന്റെ ഫോണിലാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല. വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പൊ നമ്മുടെ ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ സ്കാൻ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം പ്രസിഡന്റ് അങ്ങോട്ട് വരാണ്. അപ്പൊ പ്രസിഡന്റ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഹീറോയിന്റെ അടുത്ത്. അതായത് ഹീറോയിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ. എന്നിട്ട് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് കൂട്ടുകാർ മാത്രമാണ് ഈ പ്രസിഡന്റ് ഹീറോയിനുമായിട്ട്. അപ്പം അവള് പറയാണ് എനിക്കൊരു നോവല്, അതായത് ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു നോവൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു ഹാളിൽ കൂടിയൊക്കെയാണ്, ഒരു വലിയ ഹാളിൽ. അവളാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ് കേട്ടോ. കുറെ പെൺകുട്ടികൾ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതേ നേരം ഒരു ഫോട്ടോഗ്രാഫർ പയ്യൻ, നമുക്ക് ഫോട്ടോഗ്രാഫർ പയ്യൻ എന്ന് തന്നെ പറയാം, കാരണം അവൻ എപ്പോഴും ഒരു ക്യാമറ കൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പൊ അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ അവന് അത്യാവശ്യം ഒരു ക്രഷ് ഉണ്ട് കേട്ടോ. അവളുടെ വീഡിയോ പ്രത്യേകിച്ച് അവൻ എടുക്കുന്നുണ്ട്. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള പെൺകുട്ടികൾ പറയുന്നത് അവരെ
നോക്കുന്നതാണ്. എന്ത് ചെയ്യാനാ, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളായിട്ട് ജനിച്ച എങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഡാൻസർ പെൺകുട്ടിക്ക് അറിയാം അത് അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഫോട്ടോ എടുക്കുന്നതെന്ന് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന്, അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബാക്കിയുള്ള കൂട്ടുകാരികൾ വിചാരിച്ചിരിക്കുന്നത് അവരെ ഫോട്ടോ എടുക്കുന്നതാണെന്ന്. അങ്ങനെ അല്ല കേട്ടോ. ഇതിനുശേഷം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കാണിക്കുകയാണ്. അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ ഹീറോയിന് ചെറുതായിട്ടൊന്ന് ജലസ് ആവുന്നുണ്ട് കേട്ടോ. ഹീറോയിന് പ്രസിഡന്റിനോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അപ്പൊ ചെറിയൊരു ജലസ് ആവുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെന്നിരിക്കാതെ അവന്റെ അടുത്ത് പോയി മിണ്ടിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നേരം സാർ അങ്ങോട്ട് വരികയാണ് കേട്ടോ. സാറ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എല്ലാ കുട്ടികളെ അടക്കി നിർത്തിക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, ഇന്നത്തെ രാത്രിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറയണമെന്ന് പറയുന്നുണ്ട്. അതായത് അവര് ലീഡറും പിന്നെ വൈസ് ലീഡറും അല്ലേ, അപ്പം അതിൻ്റെതായ ഒരു റെപ്യൂട്ടേഷൻ അവർക്കുണ്ട്. അവർ പറയുന്നത് എല്ലാവരും കേൾക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ബാക്കിയുള്ള കുട്ടികളെ ഒന്ന് ലീഡ് ചെയ്ത് അടക്കി നിർത്തണമെന്നാണ് സാറ് പറയുന്നത്. ഇതിനുശേഷം സാർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ആരുടെ ഫോണിൽ റേഞ്ച് ഇല്ല കേട്ടോ. വിളിക്കാൻ പറ്റൂല, നെറ്റ് കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോൺ വെറുതെ ഫോണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു, കാരണം എങ്ങും റേഞ്ച് ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് എല്ലാം പെട്ടെന്ന് ഓഫായി പോവുകയാണ്. എന്ത് സംഭവം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും പേടിച്ചിട്ട് അലറുകയാണ്. ഇതേ നേരം എന്തോ ഒരു വെള്ള ഡ്രസ് ഇട്ട് ഒരു പ്രേതം അതുവഴി നടന്നു പോവാണ് കേട്ടോ. ഇതൂടെ കണ്ടപ്പോൾ ആ കുട്ടികളാണെങ്കിൽ വല്ലാതെ പേടിച്ചിട്ട് നിലവിളിക്കുകയാണ്. ഇതേ നേരം സ്പോർട്സ് ടീമിൽ രണ്ടുപേരുണ്ട് കേട്ടോ. അവരിൽ ഒരാൾ വന്നിട്ട് അവനൊരു വോളിബോൾ എടുത്ത് എറിയുകയാണ്. അപ്പൊ ആ പ്രേതം ഉണ്ടല്ലോ, ആ പ്രേതം തറയിൽ വന്ന് വീഴാണ്. അത് വേറെ ആരുമല്ല, നമുക്ക് സൈക്കോ പയ്യൻ എന്ന് പറയാം. ഇച്ചിരി സൈക്കോത്തരം കയ്യിലുണ്ട് കേട്ടോ. അതായത് അവന് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം, മീൻസ് എല്ലാവരും അവനെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചിന്താഗതി അവനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതിനുശേഷം രണ്ട് പയ്യന്മാർ നടന്നു പോവാണ് കേട്ടോ. അപ്പൊ ഓപ്പോസിറ്റ് ആണെങ്കിൽ 3 റൗഡി പയ്യന്മാർ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പയ്യനാണെങ്കിൽ റൗഡി പയ്യന്മാർ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അതായത് അവന്റെ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ള പൈസയാണ്. അപ്പൊ ഈ പയ്യനാണെങ്കിൽ ആ റൗഡി പയ്യന്മാരടുത്ത് പൈസ ചോദിക്കുന്ന സമയത്ത് അവന്മാർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവന്മാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവനെ വിരട്ടാണ്. അതായത് ഇവന്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇവനെ തന്നെ വിരട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ റൗഡി പയ്യനുണ്ടല്ലോ, അതിനകത്ത് മുടി നീട്ടി വളർത്തിയ ഒരു റൗഡി പയ്യനാണെങ്കിൽ ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, നമുക്കൊരു വോളിബോൾ മാച്ച് വെക്കാം, അതിനകത്ത് ജയിക്കുന്ന ആള് പൈസ തരണ്ടെന്ന്. ഞാൻ ജയിക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം, നീ ജയിക്കുവാണെങ്കിൽ എനിക്ക് പൈസ തരണ്ടെന്ന്. അതായത് അവന് തരാനുള്ള പൈസ, അതായത് അവന് കൊടുക്കാനുള്ള പൈസ വോളിബോൾ ജയിക്കുകയാണെങ്കിൽ മാത്രമേ അവൻ കൊടുക്കത്തുള്ളൂ. അത് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് നോക്കിക്കേ. പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കത്തില്ല, പൈസ കൊടുത്ത ആളെ ഒരുമാതിരി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ റൂമിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരി പെൺകുട്ടിയുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആസ്മയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ ഇൻഹീലർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ഹീറോയിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഹീറോയിൻ അറിയാതെ അവളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുകയാണ് ആ ഗിഫ്റ്റ് ബോക്സ്. ഇതേ നേരം ഹീറോയിൻ ആണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് അവിടെ വായിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനുശേഷം ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം കോഡൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. ഒരു ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ ഓരോന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, മീൻസ് പഠിക്കുകയാണ്. അടുത്ത കോഡിങ് എങ്ങനെ പഠിക്കാം അതിങ്ങനെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് വെച്ചിട്ട്. ഇതേ നേരം അവരുടെ രണ്ടുപേരുടെ ഫോണിലോട്ടും ഒരു മെസ്സേജ് വരികയാണ്. അതായത് അവരുടെ ഫോണിൽ നെറ്റൊന്നും ഇല്ല, എന്നാലും ആ സ്കാൻ ചെയ്തില്ലേ, ആ സ്കാൻ ചെയ്ത സമയത്ത് എന്തോ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ആപ്പിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഹീറോയിന്റെ ഫോണിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ സിവിലിയൻ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ കൂട്ടുകാരി പെൺകുട്ടിയും ഹീറോയിനും ആണെങ്കിൽ സിവിലിയൻ ആണ്. ആ ഗെയിമിന്റെ ഒരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞുതരാം, എല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പം ആ ഗെയിമിലാണെങ്കിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ആരൊക്കെയാണെന്ന് അറിയാമോ? അതായത് സിവിലിയൻ ഉണ്ട്, പോലീസ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, പിന്നെ മാഫിയ ഉണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരെ വോട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ എലിമിനേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താ പറ്റിയെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താന്ന്. പക്ഷെ അത്രയും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത് അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യമാണ്. യൂട്യൂബ് തന്നെ ബാൻ ചെയ്ത് കളയും. ഇതിന് റൗഡി പയ്യന്മാരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്. അവന്മാരാണെങ്കിൽ മാഫിയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനൊക്കെ സിവിലിയൻ ആണെങ്കിൽ ഇവർ മാഫിയാണ്. അങ്ങനെ ആ സ്കൂളിലുള്ള എല്ലാവരുടെ ഫോണിലോട്ടും അത് വരുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ സൈക്കോ പയ്യനാണെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുകയാണ്. അവന്റെ ഫോണിലോട്ടും വരുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ഗ്രൂപ്പിൽ പറയാണ്, എനിക്ക് വോട്ട് ചെയ്യ്, എനിക്ക് വോട്ട് ചെയ്യുന്നു. അതായത് എന്തോ ഇവ ഇരന്നു വാങ്ങാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എല്ലാവരും ഇവന് വേണ്ടി വോട്ട് ചെയ്യാണ്. എല്ലാവരും ഇവന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാണ്. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരി പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ കൂട്ടുകാരി പെൺകുട്ടി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്റർനെറ്റോ വൈഫൈയോ ഒന്നുമില്ല. അങ്ങനെ സാറിനെയും കാണാനില്ല. അപ്പൊ സാറിനെ തപ്പിട്ട് ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ താഴെ ചെല്ലുകയാണ്. അപ്പൊ താഴെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഈ ആൾക്കാർ ഇരിക്കുമല്ലേ, അവിടെ ആരെയും കാണുന്നില്ല, സാറിനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ഇപ്പൊ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ ആ ബിൽഡിങ്ങിൽ. എന്തോ സംഭവം ഇവർക്കാർക്കും അറിയില്ല. ഇതേ നേരം അങ്ങോട്ട് നമ്മുടെ പ്രസിഡന്റ് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ ഈ പ്രസിഡന്റിനെ ഹീറോയിൻ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്തിയെ, സാറിനെ കാണാനില്ലല്ലോ എന്ന്. അപ്പൊ പ്രസിഡന്റിനും അറിയത്തില്ല സാർ എവിടെ, സാർ എന്തിയെന്നും. അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റാഫ് റൂമിൽ പോവാണ്. അതായത് ടീച്ചേഴ്സിന്റെ റൂമില്ലേ, ആ റൂമിൽ ചെല്ലുകയാണ്. അപ്പൊ ആ റൂമിൽ നോക്കുന്ന സമയത്ത് ഫോണൊക്കെ ഉണ്ട്. ആ ഫോൺ എടുത്ത് വിളിക്കാനാണ് പ്ലാൻ. തൊട്ടടുത്ത് തന്നെ ഒരു കോഫി കപ്പ് ഉണ്ട് കേട്ടോ. ആ കോഫിയിൽ ചൂട് കാപ്പിയുണ്ട്. അപ്പൊ ആ കാപ്പി ആണെങ്കിൽ ആരും കുടിച്ചിട്ടില്ല, നല്ല ചൂടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ഒഴിച്ചു വെച്ചതേ ഉള്ളൂ. എന്നാലും സാറിനെ കാണാനില്ല. ഇവർക്കാർക്കും എന്താണെന്നും അറിയില്ല.
അധികം വൈകാതെ തന്നെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പൊ ഹീറോയിൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആരും ഓപ്പോസിറ്റ് നിന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹീറോയിൻ ഹലോ ഹലോ പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നാൽ ഓപ്പോസിറ്റ് നിന്ന് റെസ്പോണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഫോൺ തിരിച്ചു വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അതായത് വൈസ് പ്രസിഡന്റ് അയച്ചതാണ്, ആ പെൺകുട്ടി അയച്ചതാണ്. എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് നെറ്റും വൈഫൈ ഇല്ലാതെ ഇവരുടെ ഫോണിലോട്ട് ഗ്രൂപ്പിലോട്ട് മെസ്സേജ് വരുന്നത്. ഇനി വേറെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ചിലപ്പം SMS വല്ലതും ആയിരിക്കുമല്ലേ, ചെറിയ റേഞ്ചിൽ SMS കിട്ടുമല്ലോ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എങ്ങനെയാന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇനി പറയുമായിരിക്കും. എന്തായാലും വൈസ് പ്രസിഡന്റിനെ കാണാൻ പോകാൻ നേരത്ത് പ്രസിഡന്റിനാണെങ്കിൽ ഒരു പയ്യനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പയ്യനാണെന്ന് മനസ്സിലായോ? നേരത്തെ കടം ചോദിച്ച പയ്യന്റെ കൂടെ വേറൊരു പയ്യനില്ലായിരുന്നു, ആ പയ്യനാണ്. ആ പയ്യന്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അത് കോട്ടൺ വെച്ച് മറച്ചേക്കാണ്. അപ്പൊ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് ഇതെന്താ പ്രശ്നം, ആരാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പൊ പറഞ്ഞു കൊടുക്കാണ് വോളിബോൾ കോർട്ടിൽ ആ പയ്യനെ ബാക്കി റൗഡി പയ്യന്മാര് റാഗ് ചെയ്യണമെന്ന്. അങ്ങനെ ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിൽ അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് റൗഡി പയ്യന്മാരോട് പറയാണ് നിർത്ത്, നീ ഇച്ചിരി കൂടി പോകുന്നുണ്ട്, മര്യാദയ്ക്ക് നിർത്താൻ പറയും. എന്തായാലും നമ്മുടെ പ്രസിഡന്റിനാണെങ്കിൽ ഇച്ചിരി സൈസ് കുറവാണ്. അപ്പം ഇവൻ പറയുന്നത് കേട്ടിട്ട് ഈ ഇവന്മാർ പേടിക്കുന്നില്ല, അതായത് റൗഡി പയ്യന്മാർ പേടിക്കുന്നില്ല. ഇതേ നേരം തന്നെ സ്പോർട്സ് ടീമിലുള്ള ഒരാൾ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അതായത് രണ്ടുപേരുണ്ട്, അതിലൊരാൾ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവനെ വരട്ടാണ്. അതായത് ഈ സ്പോർട്സ് ടീം എന്ന് പറയുമ്പോൾ തന്നെ നല്ല സൈസ് കാണും അവന്മാർക്ക്. അപ്പൊ അതിലൊരുത്തം വന്ന് പറയുന്ന സമയത്ത് ഇവ കേൾക്കുന്നുണ്ട്. അതായത് ഈ സ്പോർട്സ് ടീമിലുള്ള ആൾ നല്ല ആളാണ്, ഹീറോന്റെ ടീമാണ്. ഹീറോന്റെ ടീംസ് മീൻസ് പ്രസിഡന്റിന്റെ ടീമാണ്. എന്തായാലും റൗഡി പയ്യന്മാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, വഴക്ക് പറഞ്ഞിട്ട് വിടുകയാണ്. കാരണം ഈ സ്പോർട്സ്മാന്റെ അടുത്ത് അടികൂടി നിൽക്കാനൊന്നും റൗഡി പയ്യന്മാർക്ക് പറ്റത്തില്ല. അവന്മാർ നല്ല ആരോഗ്യമുള്ള കൂട്ടത്തിലുള്ള, അതുകൊണ്ട് തന്നെ അവന്മാർ അവിടെ നിന്ന് പോവുകയാണ്. ഇനി അടികൂടിയാൽ തിരിച്ചടി കിട്ടുമെന്ന് അവന്മാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പോവുകയാണ്. എന്തായാലും വൈസ് പ്രസിഡന്റിനെ കാണാനായിട്ട് ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടി പോവാണ്. ഇവരാണെങ്കിൽ ഒരു പൂൾ ഏരിയയിൽ വിളിച്ചുകൊണ്ട് വന്നേക്കുകയാണ് ഹീറോയിന്. അപ്പൊ ഹീറോയിൻ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം ഇരുട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റ് എല്ലാം കത്തുകയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ന് ഹീറോയിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വൈസ് പ്രസിഡന്റ് കേക്കുമായിട്ട് വന്നേക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് അവളെ പിടി പെട്ടെന്ന് പൂളിലോട്ട് ഇടാന്ന്. അതായത് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഹീറോയിനെ ഒരു ഉപദ്രവിക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും ആ പയ്യന്മാര് ഹീറോയിനെ പൂളിൽ ഇടുന്നില്ല, അവളെ തറയിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ, ഹീറോയിനെ തള്ളി പൂളിലോട്ട് ഇടുകയാണ്. ഹീറോയിൻ ജസ്റ്റ് അങ്ങ് മുങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ എങ്ങനെയൊക്കെ പൊങ്ങി വരികയാണ് പൂളിന്റെ മണ്ടയിലോട്ട്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു രൂപമാണെങ്കിൽ ഹീറോയിനെ ആ പൂളിന്റെ അടിയിലോട്ട് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഹീറോയിൻ പൂളിന്റെ അടിയിൽ ചെന്നിട്ട് അവൾക്ക് പൊങ്ങി വരാനൊന്നും പറ്റുന്നില്ല, പൂളിന്റെ മണ്ടയിലോട്ട് വരാൻ പറ്റുന്നില്ല. ഇതേ നേരം നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിൽ ഓടി വന്നിട്ട് വെള്ളത്തിലെടുത്ത് ചാടുകയാണ്. ചാടിയിട്ട് ഹീറോയിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാണ്. ഇതിനുശേഷം മെഡിക്കൽ റൂമാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഹീറോയിൻ ആ ബെഡിൽ കിടക്കാണ്. അവള് വെള്ളത്തിൽ പോയിട്ട് ബോധം പോയില്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെ പ്രസിഡന്റും ഉണ്ട്. ഇപ്പൊ പ്രസിഡന്റ് ആണെങ്കിൽ നനഞ്ഞിട്ട് ഇതുവരെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. പ്രസിഡന്റ് അല്ലായിരുന്നു ഹീറോയിനെ പൂളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് ആ ഡ്രസ്സ് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ബോധത്തിലോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വൈസ് പ്രസിഡന്റ് വരികയാണ് കേട്ടോ. എന്നിട്ട് ഈ വൈസ് പ്രസിഡന്റ് പറയാണ്, സോറി പറയാണ് ഹീറോയിന്റെ അടുത്ത്. അതായത് ഒരു ആക്കുന്ന രീതിയിൽ പറയാണ്, അവളെ ആക്കുന്ന രീതിയിൽ കരഞ്ഞോണ്ട് പറയാണ്. എന്നാൽ ഇപ്പം ഹീറോയിനൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് അവൾ ഒറിജിനലായിട്ട് അവൾ മനസ്സറിഞ്ഞിട്ട് പറയുന്നതാണെന്നാണ്. എന്നാൽ ഇനി പോകുന്ന വഴിക്ക് നമുക്കറിയാം അവൾ അങ്ങനെയല്ല പറയുന്നത്, അവൾ ആക്കി പറഞ്ഞതാണെന്നാണ്. അതായത് നമ്മുടെ പ്രസിഡന്റിന് മുമ്പിൽ ഒരു നല്ല പിള്ള അഭിനയിക്കാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റ് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അവനോട് ചെറിയൊരു ക്രഷ് ഇല്ലേ, അതുകൊണ്ട് നല്ല ആളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്, അല്ലാതെ അവള് മനസ്സറിഞ്ഞിട്ട് സോറി പറഞ്ഞൊന്നുമല്ല. ഇതിനുശേഷം എല്ലാവരും കൂടെ പുറത്തിറങ്ങി വരുവാണ്, അതായത് വരാന്തയിൽ ഇറങ്ങി വരുവാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ എല്ലാ കുട്ടികളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഹീറോ എല്ലായിടത്തും പറയുന്നുണ്ട് സമയമായി, എല്ലാവരും പോയി കിടന്നുറങ്ങുക. ഇതേ നേരം തന്നെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ് കേട്ടോ. ഇനി സമയം പെട്ടെന്ന് തന്നെ തീരും, വോട്ടെടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇതേ നേരം തന്നെ എല്ലാവരുടെ ഫോണിലോട്ടും 1 മിനിറ്റ് ടൈമർ വരികയാണ്. അങ്ങനെ ആ ടൈമർ കുറഞ്ഞു വരികയാണ്. അതിനുശേഷം വോട്ടെടുക്കുന്ന ആളെ തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. വോട്ടെടുത്ത ആളില്ലേ അയാളെ തിരഞ്ഞെടുക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ സമയം കഴിയുന്ന സമയത്ത് നമ്മുടെ സൈക്കോ പയ്യനില്ലേ, അവനാണെങ്കിൽ എന്തോ വ്യത്യാസമൊക്കെ തോന്നുകയാണ്. അവന്റെ തലയൊക്കെ പൊട്ടാൻ പോകുന്ന രീതിയിൽ തോന്നുകയാണ്. അവന് വേദന സഹിക്കാൻ വയ്യ. പക്ഷെ ഇത് കാണുന്ന ബാക്കി പിള്ളേരുണ്ടല്ലോ, അവര് പറയാണ് ഇതൊക്കെ അവന്റെ അഭിനയമാണ്, അവ എപ്പോഴും ഇങ്ങനെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ മീൻസ് അറ്റൻഷൻ ഇങ്ങനെ പിടിച്ചു വാങ്ങത്തില്ലേ, അതായത് ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നല്, ആ തോന്നലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറയും. അധികം വൈകാതെ തന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് മനസ്സിലായി ഇത് അഭിനയമല്ല, ഇത് അവൻ സത്യമായിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവന് വേദന കാരണം നിൽക്കാൻ വയ്യ കേട്ടോ. പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണെല്ലാം വെള്ള കളർ ആവുകയാണ്, അവന്റെ ബോധം അവന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം എന്താ നടന്നതെന്ന് അറിയാമോ? അവനാണെങ്കിൽ സ്വന്തം തല തറയിലെടുത്തിട്ട് ഇടിക്കുകയാണ്, പലതവണയായിട്ട് ഇടിക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികൾ പിടിച്ചു വെക്കാനൊക്കെ നോക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും നടക്കുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ വീണ്ടും ഇട്ട് ഇടിക്കുകയാണ്. എന്തായാലും ലാസ്റ്റ് അവൻ എന്താ ചെയ്തെന്ന് അറിയാമോ? ഇവര് ഒരു ബിൽഡിങ്ങിന്റെ പൊക്കപ്പുറത്തല്ലേ നിൽക്കുന്നത്, തൊട്ട് താഴെയാണെങ്കിൽ താഴ്ചയാണ്. അപ്പൊ അവന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ്സും ഉണ്ട്. ഓടി ചെന്നിട്ട് ആ ഗ്ലാസും പൊളിച്ചിട്ടാണ് അവൻ താഴെ എടുത്ത് ചാടുന്നത്, അതായത് താഴെ ചാടി മരിച്ചിരിക്കുന്നു. ഇതേ നേരം തന്നെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്, അതായത് ഇന്ന പ്ലെയർ, അതായത് സൈക്കോ എന്ന് പറയുന്ന പ്ലെയർ എലിമിനേറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ പെട്ടെന്ന് അവരെല്ലാം നിന്ന് ആ സ്ഥലത്തില്ലേ ഒരു പാട്ട് കേൾക്കാണ്, ടിങ് 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 എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് കേട്ട ഉടനെ തന്നെ എല്ലാവരും ബോധം കെട്ട് തറയിൽ വീഴാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിലൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരെങ്ങനെ
എങ്ങനെ ഈ ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇവരെങ്ങനെ, എന്താ സംഭവിച്ചവർക്ക്, സാർ എവിടെ പോയി, സാറിന് എന്താ പറ്റിയത്, ഇവരെങ്ങനെയാണ് ഇവിടെ വന്നത്, ഇത് റിയൽ ലൈഫ് ആണോ ഗെയിമോ വല്ലതും ആണോ? കഴിഞ്ഞ സീരീസ് എന്തായാലും ഗെയിം ആയിരുന്നല്ലോ, ഇതെന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അപ്പം ഇതെല്ലാം നമുക്കറിയണ്ടേ. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.